ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശ്വനെ ജോലിക്ക് വിടാനായിട്ട് ശ്രീജ ഫുഡൊക്കെ ആയിട്ട് അങ്ങ് പോകുന്ന സമയത്താണ് നന്ദിനി അങ്ങോട്ട് വരുന്നതും ഇതാർക്ക് ചേച്ചി പൊതിച്ചോറെന്നൊക്കെ ചോദിച്ചു വരുന്നത്. അപ്പോൾ കൊടുക്കേണ്ട ആൾക്ക് തന്നെ അതുകൊണ്ട് പോയിരിക്കുന്നത് നമ്മുടെ വേദ മൂത്ത ചേച്ചിയോട് അങ്ങ് പറഞ്ഞു. പിന്നെ നമ്മുടെ ശ്രീജ മുറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരുങ്ങി ഇൻസേർട്ടൊക്കെ ചെയ്ത് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന വിശ്വേട്ടനെയാണ്. അതെ, ഉച്ചയ്ക്കുള്ള ഊണ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 2 പഴം കൂടി വെച്ചിട്ടുണ്ട് ബാഗിൽ. പിന്നെ 4 മണിയാകുമ്പോൾ ബിസിന കഴിച്ചോളാനൊക്കെ ഇങ്ങനെ ശ്രീജ പറയുക. പരിചയമില്ലാത്ത സ്ഥലവും ആൾക്കാരും ഒക്കെ ഉണ്ടാകും. ആൾക്കാർ ഇഷ്ടമായില്ലെന്നും പറഞ്ഞ് ഇറങ്ങി പോരരുത് കേട്ടോ എന്ന് ശ്രീജ പറയുമ്പം അവരെ കൊണ്ട് നാളെ നമ്മൾ ഇഷ്ടപ്പെടുത്തി എടുക്കുകയല്ലേ വേണ്ടത്, അത് ഞാൻ ചെയ്തിരിക്കും എന്ന് വിശ്വൻ ഇങ്ങനെ പറയുന്നു. ചിലപ്പോൾ ആദ്യം എല്ലാ പണിയും ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യണേ. അങ്ങനെ വന്നാൽ ഞാൻ ഈ ഡ്രസ്സ് മാറ്റി അവിടുത്തെ ലേബേഴ്സിൻ്റെ യൂണിഫോം ഇട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുക. പുറത്ത് വെയിലത്ത് നിൽക്കേണ്ടി വന്നാലോ? അപ്പം നല്ല നിലാവത്താണ് നിൽക്കുന്നത്, ഞാൻ ഉള്ളുകൊണ്ടങ്ങ് കരുതും, എന്താ പോരെ എന്നൊക്കെ ചോദിച്ചു വിശ്വൻ. അങ്ങനെ അതെല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രീജ ആണെങ്കിൽ സാരിയുടെ തുമ്പിങ്ങനെ കെട്ടി വെച്ചേക്കുന്ന കെട്ട് എന്നിട്ട് പതുക്കെ ഇങ്ങനെ അഴിക്കുക. അപ്പം അത് നോക്കുന്നു. ഇതെന്താ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്താ ഇതിലേ ഒരു 150 രൂപ വെച്ചിട്ടുണ്ട്. കയ്യിൽ വന്ന പൊട്ടും പൊടിയൊക്കെ ചേർത്ത് കൂട്ടി വെച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കുക. ഒരു നല്ല കാര്യത്തിന് പോവല്ലേ വിശ്വേട്ടൻ, ഒന്നും കയ്യിലില്ലാതിരിക്കണ്ടെന്ന് ശ്രീജ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിശ്വൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഭയങ്കര സങ്കടമായി വിശ്വന്. അപ്പോൾ വിശ്വൻ ഇങ്ങനെ അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അച്ഛൻ പറമ്പിൽ നിന്ന് വരാറായി, നേരിട്ട് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ച് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിങ്ങനെ ബാഗ് എടുത്ത് കൊടുക്കുമ്പം സത്യത്തിൽ അനുഗ്രഹം വാങ്ങിക്കേണ്ടത് നിൻ്റെ കയ്യിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അത്രയേറെ നീ എന്നെ സഹിച്ചതിനാണെന്ന് പറയുമ്പം അങ്ങനെയൊന്നും ഇല്ല വിശ്വേട്ടാ, അങ്ങനെയൊന്നും കരുതണ്ട. സത്യത്തിൽ എന്തെങ്കിലും വിശ്വേട്ടം മാറുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെ ശ്രീജ ഇങ്ങനെ പറയുക. ഇനി പഴയ സ്വഭാവത്തിലേക്ക് മാറരുതേന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നിങ്ങനെ ശ്രീജ പറയുമ്പോൾ വിശ്വൻ നിന്ന് ചിരിക്കുക. അത് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന, എൻ്റെ ദൈവമേ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ 150 രൂപ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് വിശ്വൻ അങ്ങ് പോയി. ഈ സമയത്ത് അച്ഛൻ പറമ്പിൽ പോയിട്ട് നേരെ അങ്ങ് വരുക. അപ്പോഴേക്കും അമ്മയും ഉണ്ട് കൂടത്തിൽ. പിന്നെ നന്ദിനിയും അതുപോലെ നമ്മുടെ വേദയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് കൊണ്ടുവന്ന് നന്ദിനിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഉണ്ടായിരുന്ന പാവയ്ക്ക മുഴുവൻ ഉണങ്ങിപ്പോയി. ആകെ ഇത് 3 എണ്ണം കിട്ടിയത്. വെണ്ടയിലും ഉണ്ട് ഒരു തരം പുഴു, ഇല മുഴുവനും തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ പുകയില കഷായം അടിക്കണം എന്ന് പറയുന്നതല്ലാതെ അടിക്കുന്നില്ലല്ലോ, അതിന് എൻ്റെ കൈ തന്നെ എത്തണ്ടേ എന്ന് അച്ഛനിരുന്ന് പറയണം. ആ പറമ്പ് മുറിച്ച് വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞു നോക്കുക, ചാടി വീഴും ചിലരെന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അച്ഛൻ പറയാം. ഇത് കേട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചേട്ടൻ. അങ്ങനെ നന്ദിനി ഈ പാവയ്ക്കയും പടവലങ്ങയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറി പോണു. അപ്പോഴാണ് നമ്മുടെ വിശ്വൻ ഇങ്ങനെ ഫുൾ സൂട്ടിലും കോട്ടിലും ഇറങ്ങി വരുന്നത് കാണുന്നു. എന്നും പറഞ്ഞുകൊണ്ട് പോയ പോലെ തന്നെ ബാക്കോട്ട് ഇറങ്ങുക നന്ദിനി. അപ്പോൾ ഏട്ടൻ ഈ ഒരു ഇതിൽ കണ്ടപ്പം വിനേട്ട ഇത് കണ്ടോ, അമ്മ ഇതങ്ങോട്ട് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിനി കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. പിന്നെ ശ്രീജ കയ്യിൽ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നു. ഒരു നോട്ടം നോക്കിയാൽ നമ്മുടെ മാഷ് പിന്നെ ഒരു നോട്ടവും കൂടെ നോക്കി. അപ്പോൾ എന്ത് വേഷം ഇത് വിശ്വേട്ടോ എന്ന് നന്ദിനി ചോദിച്ചു കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. എങ്ങോട്ടാ ഈ പാൻ്റൊക്കെ ഇട്ട് എക്സിക്യൂട്ടീവ് സ്റ്റൈലില്ല, അപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും സാധിച്ച് കിട്ടണമെന്ന് തോന്നുമ്പോൾ പുറത്തിറക്കാൻ ഒരു ഇൻ്റർവ്യൂ നാടകം ഉണ്ടല്ലോ അതായിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞു. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലും മോൻ. അപ്പോൾ പോകാനും വരാനും വട്ടച്ചെലവെന്നുള്ള രീതിയിൽ കുറച്ച് പൈസ സംഘടിപ്പിച്ചാലേ അതും പിന്നെ കുറച്ച് ദിവസത്തേക്ക് പോക്കറ്റ് മണിയൊക്കെ ആയാലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയാം. വേറെ ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പറഞ്ഞിങ്ങനെ അനുഗ്രഹം മേടിക്കാൻ ചെല്ലുമ്പോൾ എന്തിനാന്ന് ചോദിച്ചു അച്ഛൻ. ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇട്ടിട്ട് പോരാനാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പം ശ്രീജ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. വിശ്വേട്ടൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടല്ല പോകുന്നത്, ജോലിക്ക് വേണ്ടിയിട്ടാണെന്ന് ശ്രീജ അന്നേരം പറയുവാണേ. എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും നോക്കും. നന്ദിനി വിനയനും ഇങ്ങനെ നോക്കും. അന്നേരം ചോദിക്കോ. അപ്പോൾ വേദയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റീൽ കമ്പനി ഉണ്ടെന്നും ഇവിടുന്ന് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താ അവിടെ സൂപ്പർവൈസറായിട്ടാണ് ജോലി എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വിശ്വൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയ്യോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. നന്ദിനി അന്നേരം ഇങ്ങനെ വേദ ഒരു നോട്ടം അങ്ങ് നോക്കി. ഓ നന്നായി എന്ന് അച്ഛൻ അനുഗ്രഹിക്കണം. അപ്പം അതിനെന്തായാലും സമയമായിട്ടില്ല എന്ന് അച്ഛൻ മോനോട് പറയുക. അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. വിനയൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പോകുന്ന ജോലിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് പോക ഞാൻ നോക്കട്ടെ. സ്റ്റീലിൻ്റെ ശബ്ദവും ഇരുമ്പ് ഉരയുമ്പം വരുന്ന ആ തീപ്പൊരിയും സഹിക്കാൻ മേലെന്നും പറഞ്ഞാൽ നീ ഇത് അവസാനിപ്പിക്കില്ല എന്ന് എനിക്ക് ആദ്യം ബോധ്യപ്പെടട്ടെ, അപ്പോൾ ആകാം അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു അച്ഛൻ. എന്താ മാഷി ഇത്, അവനൊരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് അമ്മ ചോദിച്ചു. അപ്പം അവനെ ശപിച്ചതൊന്നും അല്ലല്ലോ കമലേ, നല്ലതാണെന്ന് തന്നെയല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രൊബേഷൻ ടൈം കഴിയാൻ കമ്പനി മാനേജ്മെൻറ്റ് കാത്തിരിക്കുന്നത് പോലെ ഞാനും കാത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ എന്നും മാഷ് പറയുക. നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി.
അച്ഛന് സന്തോഷമാടാ, അച്ഛൻ്റെ അനുഗ്രഹം നിനക്കുണ്ട്, ആ ശബ്ദത്തിൽ നിന്ന് എനിക്ക് അറിയാമെന്നും അമ്മ പറയാം. നീ പോയി വാ മോനെ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശ്വനെ പറഞ്ഞു വിടും അമ്മ. അത് കഴിഞ്ഞിട്ട് അമ്മ നേരെ വേദയുടെ അടുത്തേക്ക് ചെന്നു. മോള് സത്യമുള്ളവളാണെന്നൊക്കെ പറഞ്ഞ് മോളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അമ്മ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ നന്ദിനി. വിശ്വൻ അന്നേരം അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പോഴാണ് നമ്മുടെ വിക്രം വാതിലൊക്കെ തുറന്നിറങ്ങി വരുന്നത്. വിക്രത്തിനെ ഇവർ കണ്ടു. ഇങ്ങനെ അവർ നിൽക്കുമ്പോൾ നമ്മുടെ വിക്രം അടുത്തേക്ക് ചെന്നു. നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഞങ്ങളെന്ന് വിശ്വം പറയണോ. ഇന്നു മുതലേ ഞാൻ കേട്ടു ഏട്ടാ, അച്ഛൻ്റെ അനുഗ്രഹം തേടി ചേട്ടൻ ചെന്നപ്പോൾ ഞാനൊരു പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിച്ചു. അത് ഫേസ് ചെയ്യാതിരിക്കാനാണ് ഞാൻ അകത്തിരുന്നത്. വിശ്വൻ പോയിട്ട് വരാൻ പറഞ്ഞു വിക്രം. ഓക്കേടാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചി ചെന്ന് ഏട്ടത്തി ചെന്ന് വേദയോട് നന്ദി പറയുക കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നതും ശ്രീജയും വേദയും കൂടി. ഇത് കൊണ്ടപ്പം നന്ദിനിക്ക് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിങ്ങനെ കാണിക്കാം. നീ വാ, നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനയൻ അന്നേരം പറഞ്ഞു. നേരത്തെ ഒരു ഇടിയും വെച്ച് കൊടുത്തു. നന്ദിനി ഇങ്ങനെ കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ശ്രീജ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ വിളിച്ച് പറയുവാണ് ഇങ്ങനെ ജോലിക്ക് പോയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെങ്കിലും അവനോട് വിട്ട് കളയരുതെന്ന് പറയണേ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇത്തവണ പഴയതുപോലെ അല്ലമ്മേ, സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ ശ്രീജ വിശ്വസിക്കാം. വേദയുടെ പരിശ്രമം കൊണ്ട് കിട്ടിയ ജോലി ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് വിട്ട് കളയും എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ നല്ല മനസ്സല്ലേ മോളെ എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പം അത് അങ്ങനെ പറഞ്ഞാലൊന്നും തീരത്തില്ല അമ്മേ, അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ എന്ന് അമ്മ അന്നേരം പറഞ്ഞു. മോള് സ്കൂളിലേക്ക് ഇറങ്ങിയോ? അപ്പോൾ ശ്രീകുട്ടൻ അവളെയും കൊണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. പാവം, അവനെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ. അവന് അതൊന്നും ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല മോളെ. പക്ഷേ എത്ര കാലം നിങ്ങളിങ്ങനെ കഴിയും എന്നാണ് എൻ്റെ സംശയം. ഇനിയിപ്പോൾ 1-2 വർഷം കൂടി കഴിഞ്ഞാൽ അവൾ വലിയ കുട്ടിയാവില്ലേ, അപ്പോൾ അവൾക്ക് അമ്മ തന്നെ അടുത്ത് വേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം അമ്മേ, എല്ലാം ശരിയാകാമോ നോക്കിക്കോ, ഞാൻ വിളിച്ചോളാവെന്നും പറഞ്ഞ് അമ്മയെ വിളിച്ച് ശ്രീജ സംസാരിക്കുന്നതും കേട്ടുകൊണ്ടാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ വേദയെ കണ്ടു ശ്രീജ. ശ്രീജേടത്തിയുടെ മുഖം ഇപ്പം നോക്കിയിരിക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു വേദ. അല്ല, വല്ലാത്തൊരു തെളിച്ചമുണ്ടേ. ആ തെളിച്ചത്തിന് കാരണം നീ തന്നെയാ മോളെ എന്ന് ശ്രീജ ഇങ്ങനെ വേദയോട് പറയണം. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല കേട്ടോ, നമ്മൾ തമ്മിൽ ഒരു മുൻജന്മ ബന്ധമുണ്ട് വേദ. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ നീ എൻ്റെ അമ്മയായിരുന്നിരിക്കും എന്ന് പറഞ്ഞു ശ്രീജ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാവും ഈ ജന്മത്തിൽ എൻ്റെ അനിയത്തിയായിട്ട് വന്നത്. വാവു, എനിക്കുള്ള സ്ഥാനം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം അത് വലിയ ഉയരത്തിൽ തന്നെയാണ് മോളെ, ഇനിയും അതെന്നും അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കഷ്ടപ്പെടുന്നവരുടെ കൈ പിടിക്കാൻ വളരെ നല്ല മനസ്സ് വേണം, അതെന്തായാലും നിനക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറയുക. ഞാൻ വെറുതെ പുകഴ്ത്തി പറയുന്നതൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊന്നും അത്ര വലിയ സഹായമായിട്ടൊന്നും കണക്കാക്കല്ലേ ഏട്ടത്തി അങ്ങനെ കരുതരുത്. വിശ്വേട്ടൻ ജോലിക്ക് പോയി കാര്യങ്ങളൊക്കെ ഒരു നിലയ്ക്ക് എത്തിയാൽ എന്തൊക്കെയാണ് ശ്രീജേടത്തിയുടെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. എല്ലാ കാലത്തും ഇങ്ങനെ ജീവിച്ചാൽ പോരെന്ന് ശ്രീജേടത്തി തന്നെയല്ലേ ഒരിക്കലും എന്നോട് പറഞ്ഞത്. അതെ, ആദ്യം എനിക്ക് എൻ്റെ മോളെ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്ന് ശ്രീജ പറയണു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല, അത് ശ്രീകുട്ടൻ നോക്കിക്കോളും. പക്ഷേ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം വേദ എന്ന് ശ്രീജ ഇങ്ങനെ പറയാം. അച്ഛൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടി. പിന്നെയോ അമ്മയുടെ അച്ഛൻ്റെയും കാലം കഴിയുന്നത് വരെ അവർക്കൊരു താങ്ങായി ഇവിടെ തന്നെ കഴിയണം, അത്രേ ഉള്ളൂ എന്ന് ശ്രീജ പറയുമ്പോൾ വെറുതെ അല്ല, മൂത്ത മരുമകളെ പറ്റി പറയുമ്പോൾ അമ്മയ്ക്ക് 100 നാവല്ലേ എന്ന് വേദ ചോദിച്ചു. നിങ്ങളുടെ മനസ്സ് ശരിക്കും ശുദ്ധ ശ്രീജേടത്തി, ആര് കലക്കാൻ നോക്കിയാലും അത് കലങ്ങില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഇങ്ങനെ പറഞ്ഞു. നന്ദിനി എന്ന് ആലോചന തുടങ്ങി. എന്ത് ചെയ്യും എന്ന്. അപ്പോഴേക്കും ഭർത്താവ് പാഴ്സലൊക്കെ മേടിച്ച് മുറിയിലേക്ക് വരുക. നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നന്നായി എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നിങ്ങൾ ഇതിനെ കഥ കടിച്ചത് ഇനിയിപ്പോൾ ആരും കണ്ടുവരണ്ടല്ലോ. എന്ത് നോക്കിക്കേ ഇത് എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് കൊടുത്തു. അയ്യോ പപ്സോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ തിന്നാൻ നോക്കുമ്പോൾ, പിന്നെ നീ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം, ഞാൻ മേടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് തിന്നു കഴിഞ്ഞാൽ പൊട്ടും പൊടിയൊന്നും താഴെ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ ഒളിച്ചിരുന്നുള്ള സംസാരമേ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല. നമ്മൾ നമ്മുടെ കാശ് മുടക്കി സാധനം വാങ്ങുന്നു, കഴിക്കുന്നു, അതിൻ്റെ കണക്കെടുക്കാൻ ഇങ്ങോട്ട് ആരും വരണ്ട എന്ന് നന്ദിനി പറയുമ്പോൾ, എന്നാലും വേണ്ട, അത് പറയിപ്പിക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പങ്കുവയ്ക്കാതെ കഴിക്കുന്നതിൽ വിഷമമുണ്ടോയെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞെടുത്ത് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക, മുട്ട കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ ചേട്ടന് വട്ടായോ എന്ന് ചോദിക്കാം. അടുക്കള കൈക്കലത്തോന്ന് വരെ ചുമ്മാ കിടന്ന മനുഷ്യൻ ഇപ്പോഴത്തെ ജോലിക്കൊക്കെ പോയേക്കുന്നു, എന്താ ശരിക്കും പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ നന്ദിനി ചോദിക്കുമ്പോൾ, പാവടി
കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനെ അച്ഛൻ ഒരുപാട് ചീത്ത പറഞ്ഞില്ലേ, അതിലും മനസ്സും അടുത്ത് ചിലപ്പോൾ ജോലിക്ക് പോകാൻ തീരുമാനിച്ചതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചുമ്മാ ഇരി എൻ്റെ വിനേട്ടാ. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയില്ലെന്ന് പറഞ്ഞ പോയാലേ ആ നിങ്ങളുടെ വേട്ടൻ്റെ കാര്യം. അച്ഛൻ്റെ ചീത്തയൊന്നും പുള്ളിക്ക് ലേശം കേൾക്കാനുള്ള സാധ്യതയില്ല. വേറെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതാ സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ നിങ്ങളുടെ ചേട്ടൻ ഈ ജോലി കണ്ടിന്യൂ ചെയ്യുന്നു തോന്നണുണ്ടോ? അപ്പം ചെയ്തത് നല്ല കാര്യമല്ലേ? അപ്പം മാസാമാസം കൃത്യമായിട്ട് നല്ലൊരു തുക അയാളുടെ കൈ കിട്ടും. അതെ അതെ, ശ്രീചേട്ടത്തിൻ്റെ സ്വഭാവം വെച്ച് ആ കാശ് അവർ ഏതാണ്ട് മുഴുവനായി അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം താൻ കാര്യം നോക്കുന്ന ശീലം ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ചേട്ടത്തെ എങ്ങനെ ചെയ്തെന്നൊക്കെ വരുമെന്ന് വിനയൻ. അപ്പം പിന്നെ ആ നിലയ്ക്ക് തന്നെ നമ്മളും കൊടുക്കേണ്ടി വരത്തില്ലേ എന്ന് ചോദിച്ചു. വരും. അയ്യോ അങ്ങനെ വരുമോ? ദേ ഇപ്പം തന്നെ നമ്മൾ പിശിക്ക് കാശ് കൊടുക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഈ വീട്ടിലുണ്ട്. ഇപ്പം തന്നെ ആ വേദയും ശ്രീചേട്ടത്തി ഒറ്റക്കെട്ട ആ കാശിന് ഭാഗ്യമില്ലെങ്കിലും ആ ശ്രീചേട്ടത്തി എല്ലാവർക്കും വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നന്ദിനി പറയുവാണേ. ഇനി മാസാമാസം കാശും കൂടെ കൊടുക്കാൻ തുടങ്ങിയ ഈ വീട്ടിലെ ശ്രീചേട്ടത്തിയുടെ സ്ഥാനം ഇനിയും വലുതാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ വേതാളം വിക്രമാദിത്യനും എല്ലാവരും ഒറ്റക്കെട്ടാകുമെന്നും പറഞ്ഞു. നമ്മൾ മിക്കവാറും വേറെ വീട് നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ വേറെ വീടോ? ഇപ്പോഴോ? എന്തായാലും വേറെ മാറാനുള്ളതല്ലേ. അപ്പം ദേ ഒരു 4-5 കൊല്ലം കൂടി കഴിയാതെ ഒറ്റയ്ക്ക് വീടെടുത്ത് മാറുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല കേട്ടോ എന്ന് വിനയം പറഞ്ഞു. അരി, പലചരക്കം, പച്ചക്കറി, മീന്, ബേക്കറി, പാല്, പത്രം, കറണ്ട് ബില്ല്, കേബിൾ ബില്ല്, വൈഫൈ, അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങും അടി എന്നും പറഞ്ഞ് വിനയൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കാം നന്ദിനി, നമുക്കേ അല്പം പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങിയാൽ എന്താ? വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കുന്നേ. എങ്ങനെ? ഈ ജോലിയിൽ ചേട്ടൻ കളഞ്ഞു കുളിക്കുന്നു വിചാരിക്കാം. അയാൾ പണ്ടത്തെ പോലെ ഇവിടെ എവിടെയെങ്കിലും ചടഞ്ഞു കൂടി കിടന്നോളും. അങ്ങനെ വിചാരിക്കാം അല്ലേ? വിചാരിക്കാം എന്ന് പറഞ്ഞിരിക്കാം രണ്ടും കൂടി. പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ പാലപ്പുറത്ത് വിഷ്ണുമായുടെ അമ്പലത്തിലെ ഈ ജോലി പോണേന്നും പറഞ്ഞൊരു 101 രൂപ ഒഴിഞ്ഞങ്ങ് ഇട്ടേക്ക്. നല്ല ശക്തിയുള്ള മൂർത്തിയാണ് അത്ര. അപ്പം ശരിയാ, പ്രാർത്ഥിക്കാനും നമുക്ക് ഓരോരോ കാരണങ്ങൾ വേണമല്ലോ എന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ കട്ടുതീറ്റയും കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ശ്രീജി ആണെങ്കിലും നമ്മുടെ വേദയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നു. അവർ രണ്ടുപേരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് വന്നു. അമ്മ എവിടെ പോവാന്ന് ചോദിച്ചു. ഇങ്ങനെ അമ്പലം വരെ ഒന്ന് പോകുക. ഈ ഉച്ച നേരത്തോ? ഇന്നിത്തിരി വൈകി. ഇപ്പം പുറപ്പെട്ടാലേ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുൻപ് എനിക്ക് അങ്ങ് എത്താമെന്ന് പറഞ്ഞു. ഇന്നലെ അമ്മ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചല്ലോ. എല്ലാ ദിവസവും പോകുന്നത് പതിവില്ലാത്തതാണല്ലോ. ഇപ്പോൾ വർഷത്തിൽ 7 ദിവസം അമ്മയ്ക്കിത് ശീലം. 7ാമത്തെ ദിവസം അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചാണ് പോകുന്നതെന്ന് മാത്രമെന്ന് ശ്രീജി അന്നേരം പറഞ്ഞു. വിവാഹ വാർഷികത്തിന് 7 ദിവസം മുൻപ് അമ്മയ്ക്കിത് പതിവാ മോളെ എന്ന് പറയുമ്പോൾ കുളിച്ച് തൊഴുതു വന്നാൽ മാത്രമേ അമ്മ അന്നം കഴിക്കാറുള്ളൂ. അമ്മയുടെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണോ എന്ന് വേദ ചോദിച്ചപ്പം അത് 2 ദിവസം കഴിഞ്ഞ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും വിനയനും ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്തായാലും അഡ്വാൻസായി ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയും വേദ ഇങ്ങനെ പറഞ്ഞ് അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയുടെ കല്യാണ വാർഷികമാണോ എന്ന് വിനയൻ. അത് പറയണ്ടേ അമ്മേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞു വിനയൻ. അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുവാ നമ്മുടെ നന്ദിനി. കല്യാണ വാർഷികം ഇന്നല്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അമ്മ. അപ്പം ഞാനും അഡ്വാൻസായിട്ട് പറഞ്ഞതേ ഉള്ളൂ. വാർഷികം ആകുമ്പോൾ സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു വേദ. എന്ത് സെലിബ്രേഷൻ? സാധാരണ ദിവസം പോലെ അതും കഴിഞ്ഞു പോകും. ഉണ്ണുന്നതിന് മുൻപ് വിളക്കിൻ്റെ മുന്നിൽ ഞാനൊരു ഇല വെക്കത്രേ ഉള്ളൂ. വീട്ടിലിങ്ങനെ എന്ത് ആഘോഷം വന്നാലും അത് വലിയ ആഘോഷമായിരിക്കുമെന്നും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഞങ്ങൾ ശരിക്കും അടിപൊളിയാക്കുമെന്നും വേദ പറഞ്ഞു. അങ്ങനെ കാശുള്ളവർക്ക് എന്തും ആകാമല്ലോ, ബാങ്കിൽ ഇങ്ങനെ കിടക്കുമല്ലേ, എടുക്കുക പൊട്ടിക്കുക അല്ല വിനേട്ടാ എന്ന് നന്ദിനി പറയുമ്പോൾ കാശ് മാത്രം പോരേട്ടത്തി, സന്തോഷിക്കാനുള്ള ഒരു മനസ്സുണ്ട്, അതാണ് പ്രധാനം. അപ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സന്തോഷിക്കാനുള്ള മനസ്സ് വേണമെങ്കിലേ കാശ് വേണം. ഇവിടെ അതില്ല. അതുകൊണ്ട് സന്തോഷം ഒരു ഇത്തിരി കുറവാണെന്ന് നന്ദിനി പറയുമ്പം മനസ്സിൽ സന്തോഷിക്കാനും കാശ് വേണം ഏട്ടത്തി. അതൊരു പുതിയ അറിവാണല്ലോ എന്നിങ്ങനെ വേദ അന്നേരം പറഞ്ഞു. അയ്യോ സന്തോഷം ഇല്ലെന്നല്ല നന്ദിനി പറഞ്ഞത്, ആർഭാടം കാണിക്കുന്നില്ലെന്ന് അല്ലേ നന്ദിനി എന്നിങ്ങനെ വിനയം പറയുമ്പം അതാണെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണം. നിങ്ങളെപ്പോലുള്ള കാശുകാരെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം തേടി നടക്കുക. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് അതിനുള്ള പാങ്ങില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് നന്ദിനി ഇങ്ങനെ പറഞ്ഞപ്പം ആർഭാടം കാണിക്കാതെയും സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാലോ ഏട്ടത്തി. എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് അച്ഛനമ്മമാരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പറയുമ്പോഴേക്കും ഇവളെല്ലാവരും കൊണ്ട് ഗിഫ്റ്റ് മേടിക്കാനുള്ള പരിപാടിയാണല്ലോ. ഈശ്വര, ഒരു സാരി വാങ്ങണമെങ്കിൽ വേണം 1000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ചിന്തിക്കുമ്പം എന്താ നന്ദിനി അടുത്ത് ആലോചിക്കുന്നേ എന്ന് വേദ ചോദിച്ചു. നീ ഈ ഐഡിയ ആയിട്ട് ചെല്ലുമ്പോഴേ ഇവിടുത്തെ അച്ഛൻ നിന്നോട് പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കായിരുന്നു എന്ന് നന്ദിനി അന്നേരം പറഞ്ഞു. അതെ, നന്ദിനി പറഞ്ഞതാ മോളെ കാര്യം. അച്ഛൻ ഇതൊന്നും ഇഷ്ടമല്ല. അപ്പം അച്ഛൻ ഇഷ്ടമില്ലാത്തൊന്നും ആരും ചെയ്യാനും നിൽക്കണ്ട, ഞാൻ പോയിട്ട് വേഗം വരാട്ടോ എന്നും പറഞ്ഞ് അമ്മ അങ്ങനെ യാത്ര പറഞ്ഞങ്ങ് പോയി.
അപ്പം അച്ഛനും അമ്മയ്ക്കും സമ്മാനം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ കാശ് ചിലവാക്കേണ്ടി വരുമല്ലോ എന്നല്ലേ ഏട്ടത്തി ആലോചിച്ചത് എന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നന്ദിനിയോട് വേദ ചോദിച്ചു. ആര് പറഞ്ഞു? ഇനി അതും കൂടെ നീ പറഞ്ഞുണ്ടാക്കിക്കോ എന്നും പറഞ്ഞിങ്ങ് പോയിട്ട് ഇവള് മൈൻഡ് റീഡിങ് ഉള്ളവളാണെന്നോ തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നന്ദിനി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ വിക്രം പോകാനായിട്ട് റൂമിൽ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പം വേദ ഓടിക്കയറി അങ്ങോട്ടേക്ക് ചെന്നു. ഓ വന്നോ, നാണമില്ലാതെ എത്ര പറഞ്ഞാലും നീ കയറി വരും, എന്നാൽ പിന്നെ ആ വാതിലൊന്ന് തട്ടിയിട്ട് നിനക്ക് വന്നൂടെ? അതെങ്ങനെയാ മര്യാദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ലല്ലോ. അതെ, എനിക്കത് അറിയില്ല, അതുകൊണ്ട് തന്നെയാ ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. സ്നേഹം, മര്യാദ, അന്തസ്, വിനയം, ആഭിജാത്യം എന്നീ സകല ഗുണങ്ങളുള്ള നിങ്ങളോട് അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും സംസാരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അങ്ങേക്ക് സമയം ഉണ്ടാവുമോ ആവോ, അപ്പം നീ ഒന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ ചാവി എടുത്തു നമ്മുടെ വേദ. അപ്പം ഞാൻ കാര്യമായിട്ടുള്ള സംശയമായിട്ട് വരുമ്പോൾ വിക്രമൻ ചേട്ടൻ തമാശ കളിക്കരുത് കേട്ടോ, അപ്പം നീ കളിക്കാതെ കീങ്ങി തരാൻ പറഞ്ഞു. എന്തായാലും മര്യാദ ലംഘിച്ച് ഞാനിങ്ങോട്ട് കയറി വന്നതല്ലേ, ഇനി എൻ്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണേ, ഒന്ന് കേട്ടിട്ട് പോകാവോ? എന്നാൽ പിന്നെ വേഗം ഒന്ന് പറഞ്ഞു തോലയ്ക്കാൻ പറഞ്ഞു. പറയാനല്ല ചോദിക്കാനാ ഉള്ളതെന്ന് വേദ ഇങ്ങനെ പറയാം. അപ്പം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരിക്കുന്നൊന്നുമില്ല, ഇരിക്കുകയെന്ന് പറഞ്ഞു പിടിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് വേദ കുറച്ച് നേരം വിക്രത്തെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. നിന്റെ കൊഞ്ചലും കുഴലൊന്നും കാണാൻ എനിക്ക് സമയമില്ലെന്ന് പറയുമ്പം നിങ്ങളോട് പ്രേമത്തെ പറ്റിയോ സ്നേഹത്തെ പറ്റിയോ ഒന്നും പറയാനൊന്നും അല്ല ഞാൻ വന്നത്. അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവരൊക്കെ തമ്മിലുള്ള പല തരത്തിലുള്ള സ്നേഹവും ബന്ധമൊക്കെ ഇല്ലേ, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് വേദ ഇങ്ങനെ ചോദിച്ചു. ഒന്ന് പറഞ്ഞു നോക്കൂ പ്ലീസ്. ഞാനത് പറയാം, വിശദമായിട്ട് തന്നെ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ അച്ഛൻ അല്ല, നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛൻ അങ്ങേര്, പിന്നെ നിന്റെ ചേട്ടൻ, ചേട്ടത്തി അമ്മ, അമ്മ, മുത്തശ്ശി, പിന്നെ കൂട്ടത്തിലുള്ള ഒരു ജെന്റിൽമാൻ ദർശൻ എന്ന് പറയുന്ന ആള്, ഇവരൊക്കെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ നീ അവരുടെ കൂടെ പോകുമ്പോഴാണ് സ്നേഹം. അല്ലാതെ ഞാനില്ല എന്നും പറഞ്ഞ് നീ കുറേ ബഹളം വെച്ചില്ലേ, എന്നിട്ടും അവർ വെറുതെ ഇരിക്കുന്നുണ്ടോ? നിന്നെ കൊണ്ടുപോകാനേ നോക്കിക്കൊണ്ടിരിക്കല്ലേ? അവർ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് സ്നേഹം എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. വീട്ടിലെല്ലാവർക്കും ഞാൻ തല്ലിപ്പൊളിയാണ്, ഗുണ്ടയാണ്, അക്രമിയാണ്, എന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും എൻ്റെ അച്ഛന് സംശയവും ഉണ്ട്. എന്നിട്ടും ദേഷ്യമോ മാനക്കേടോ വകവയ്ക്കാതെ ഞാൻ ഈ വീട്ടിലേക്ക് എന്നും കയറി വരുന്നില്ലേ? എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് ഒരു ഉരുള ചോറെങ്കിലും ഞാൻ കഴിക്കുന്നില്ലേ? അതും ഒരു സ്നേഹം തന്നെയാണെന്ന് നമ്മുടെ വിക്രം പറയുമ്പം വേദ ചിരിച്ചു. എന്താടി നീ ചിരിക്കണേ? സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾ എത്രത്തോളം ത്യാഗമാണ് സഹിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോഴേ സന്തോഷം കൂടി ചിരിച്ചു പോയതാണെന്ന് വേദ അന്നേരം പറഞ്ഞു. അപ്പം നിന്റെ ഡൗട്ടൊക്കെ തീർന്നല്ലോ, എനിക്ക് പോകാം അല്ലേ? ആ താക്കോൽ തരാൻ പറഞ്ഞു. അപ്പോൾ താക്കോൽ ഞാൻ തരാം, നീ എൻ്റെ കട്ടപ്പോക കാണാൻ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ വേദയോട് പറയുന്നു. ആശൂലം. അപ്പോൾ വേദാളെന്നുള്ള പേര് മാറിയോ, പുതിയ പേരായോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കുക. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.